ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ പടയൊരുക്കം ശക്തമാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതീവ ശക്തമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് പാക് അധീന കശ്മീരിൽ 15 ഭീകര ക്യാമ്പുകൾ 90 ദിവസം കൊണ്ട് ഇന്ത്യ തകർത്തത് ഇവർ പുനർനിർമ്മിച്ചു. അതിനായി 100 കോടി രൂപയാണ് പാകിസ്ഥാൻ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളൊക്കെയാണ് റിപ്പോർട്ട്. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം, നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴിതാ ഒരു വമ്പൻ ഒരു ആയുധം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതായത് പടയൊരുക്കം ശക്തമാക്കുന്ന തരത്തിലുള്ള ആയുധമാണ് ഇന്ത്യ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ഈ പടയൊരുക്കം ശക്തമാക്കുന്നതിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ സ്പെയിനിൽ നിന്നുള്ള 16ഓളം C-295 വിഭാഗത്തിൽപ്പെട്ട സൈനിക ചരക്ക് ഗതാഗതത്തിനുള്ള വിമാനങ്ങളാണ് എത്തിയിരിക്കുന്നത്. മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന വിഭാഗത്തിലാണ് C-295 ഉൾപ്പെടുക. ഇനി ഏത് പ്രാന്തപ്രദേശത്തും മുക്കിലും മൂലയിലും നമുക്ക് പട്ടാളക്കാരെയും പടക്കോപ്പുകളും എത്തിക്കാനാകും എന്നതാണ് C-295ൻ്റെ പ്രത്യേകത. ഇതിൽ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ നമ്മുടെ സൈന്യത്തിൻ്റെ നീക്കമാണ്. എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ പ്രതിരോധ വിഭാഗവും സൈന്യവും നീങ്ങുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇനി ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടാതിരിക്കാൻ വനപ്രദേശങ്ങൾക്കകത്താണ് ഇവരുടെ ക്യാമ്പുകൾ ഇവരിപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്, പ്രധാനമായും പാക് അധീന കശ്മീരിൽ. ഇപ്പോഴിതാ ഇന്ത്യ നടത്തിയിരിക്കുന്ന നീക്കം C-295 വിമാനങ്ങൾ എത്തിച്ച് ആ C-295 വിമാനങ്ങളിൽ ഏത് മുക്കിലും മൂലയിലും എത്താവുന്ന രീതിയിൽ പടക്കോപ്പുകളും സൈനികരും അടക്കം ഒരു സഞ്ചരിക്കുന്ന ഒരു സൈന്യം തന്നെയാണ് ഈ C-295 വിമാനം. ഇത് 16ഓളം വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സ്പെയിനിൽ നിന്നും എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ 56 C-295 മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളാണ് സ്പെയിനിൽ നിന്നും എത്തിക്കേണ്ടിയിരുന്നത്. ഇതിൽ സ്പെയിനിൽ നിർമ്മിച്ച 16 C-295 ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചപ്പോൾ ബാക്കി 40 ഇന്ത്യയിൽ സ്പെയിനിൻ്റെ സഹായത്തോടെ തദ്ദേശീയമായി നിർമ്മിക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതാണ് ഇതിലെ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് സ്പെയിനിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയില്ല, സ്പെയിനിനോട് സോഴ്സ് കോഡ് അടക്കം ഇങ്ങോട്ടേക്ക് മേടിച്ച് സ്പെയിനുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഇവിടെയുള്ള ആൾക്കാരുമായി ചേർന്ന് തദ്ദേശീയമായി നമ്മളിത് ബാക്കി 40 നിർമ്മിക്കാനും പോവുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തീരുമാനം എന്ന് നമ്മൾ പറയേണ്ടത്. എന്തായാലും ഗുജറാത്തിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിലായിരിക്കും ഈ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് വേദിയാകുക. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ കൂടി സഹായം ഈ നിർമ്മാണ പദ്ധതിയിൽ ഉണ്ടാകും. വാസ്തവത്തിൽ സെപ്റ്റംബറിൽ നൽകേണ്ട 16 C-295 വിമാനങ്ങൾ 2 മാസം നേരത്തെ ജൂലൈയിൽ തന്നെ സ്പെയിൻ ഇന്ത്യക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇനി 2 മാസം കൂടെ കഴിഞ്ഞു വരേണ്ട വിമാനമാണ് പെട്ടെന്ന് എടുപിടിയിൽ നിന്ന് 16 വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ എത്തിച്ചിരിക്കുന്നത്. ഇതോടെ പട്ടാളക്കാരെയും പടക്കോപ്പുകളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന പഴക്കം ചെന്ന അവ്രോ എന്ന വിമാനപ്പടയിൽ നിന്നും ഇന്ത്യക്ക് മോചനം ലഭിക്കും. പുതിയ C-295 കുറെ കൂടി കാര്യക്ഷമമാണ്. 5 മുതൽ 10 ടൺ വരെ ആയുധങ്ങളും ചരക്കും വഹിക്കാൻ C-295 ശേഷിയുണ്ട്. ഒറ്റയടിക്ക് താഴെ ഇറങ്ങാതെ 11 മണിക്കൂർ നേരം പറക്കാനും C-295 ശേഷിയുണ്ട്. നിലത്ത് കല്ലുപാകാത്ത പരുക്കൻ പ്രതലത്തിലൂടെയും C-295 കുതിച്ചു വരാൻ സാധിക്കുമെന്നതിൻ്റെ അർത്ഥം ഏത് വിപരീത സാഹചര്യത്തിലും ചരക്കുകളും പടക്കോപ്പുകളും പട്ടാളക്കാരെയും ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് എത്തിക്കാൻ ഈ വിമാനത്തിന് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വൻ മുതൽക്കൂട്ടായിരിക്കും C-295 എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.